ഇന്ന് സത്യാഗ്രഹ സമരമിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ പിന്തുണയും ആശംസയും ഒപ്പം കൂടെയുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. നിങ്ങളെല്ലാവരും ഏതാണ് എൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്, എൻ്റെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കേട്ട്. ഇന്നലെ വൈകുന്നേരം അതിനകത്തുണ്ടായിരുന്നുണ്ട് ഏതാണ്ട് ഒരു 6 ലക്ഷത്തോളം ജനങ്ങൾ എൻ്റെ പ്രസംഗം കേട്ടു. പഴയ ഒരു SFI കാരൻ, ഇന്നിപ്പോൾ എല്ലാവരും സഖാവച്ചൻ എന്നാണ് വിളിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കൊല്ലത്ത് ഹോളി ക്രോസ് പള്ളിയിൽ പ്രസംഗത്തിന് പോയപ്പോഴത്തേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ദിവസങ്ങളിൽ വൈറലായ സഖാവച്ചൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതെന്തായി. അടിയിലൊരു കമന്റ് എനിക്ക് ഇന്നലെ കിട്ടിയായിരുന്നു. അതായത് കാറിൽ നിന്ന് ഇടയ്ക്ക് അച്ഛൻ പുറകോട്ടൊന്ന് നോക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ള ഇന്നോവ കാർ പിന്നാലെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അർത്ഥം എല്ലാവർക്കും പിടികിട്ടി കാണും. ഓക്കെ, ചിലർ വെട്ടാൻ വരുന്നത് ഇന്നോവ കാറിലാണ്. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണേന്ന്. നല്ല തൊലിക്കട്ടിയാണ് കടപ്പുറത്തെ മക്കൾക്ക്, നല്ല തൊലിക്കട്ടിയാണ് അല്ലേ? ആണോ? നമുക്ക് നല്ല, അതുകൊണ്ട് ഇന്നോവ കാറൊന്നും ഒത്തിരിയല്ല, അതിലും വലിയ കാറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. ഞാൻ മെനഞ്ഞാന്ന് നമ്മുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എറണാകുളത്ത് ചെല്ലാനം മുതൽ തിരുമുഖ തീർത്ഥാടന ദേവാലയം വരെ ഒരു മനുഷ്യ ചങ്ങല ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അതിന് 2 ഇടത്ത് പ്രസംഗിച്ചായിരുന്നു. ഞാൻ കൊച്ചി പോയിരുന്നു, അവർ വിളിച്ചു. സോ ഒരു പള്ളിയിൽ ഉദ്ഘാടനവും സമാപന സന്ദേശവും നൽകുവാനായിട്ട് അതിൻ്റെ എൻഡില്. അപ്പൊ TV-ക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. ഏതാണ്ട് 20 മിനിറ്റോളം ഏഷ്യാനെറ്റുകാർക്ക് ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞ് കടപ്പുറത്ത് നിന്ന് തന്നെ ഇന്റർവ്യൂ എടുത്തു. പക്ഷെ ഞാനത് കേട്ടില്ല. ഞങ്ങളുടെ അച്ഛന്മാർ പറഞ്ഞ് ഒരു 6-7 മിനിറ്റ് നേരം അവർ കൊടുത്തെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അതിൽ ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ടായിരുന്നോ? ഇങ്ങനെ കുറെ ജനറലായിട്ട് പറഞ്ഞു. കൊടുക്കത്തില്ല അവര്. അദാനിക്കെതിരെ ഞാൻ പറഞ്ഞതും ഗവൺമെന്റിനെതിരെ സംസാരിച്ചത് അവർ കൊടുക്കത്തില്ല. കാരണം ആനുകൂല്യം പറ്റി ജീവിക്കുന്നവന് തീർച്ചയായിട്ടും വേദനിക്കുന്നവന്റെ വേദന കാണുവാനും കണ്ണുനീര് കാണുവാനും അവർക്ക് സാധ്യമല്ല. എന്നാൽ നിരാകാരം ഇരിക്കുന്ന ഓരോ വൈദികരും അൽമായരും മനസ്സിലാക്കുക, ഈ പന്തിയിൽ വന്നുകൊണ്ട് നല്ലൊരു ലക്ഷ്യത്തേക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സർവം കാണുന്ന ദൈവം അതിനുള്ള സമ്മാനം അവർക്ക് നൽകുമെന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇതിന്റെ വിജയത്തെ കുറിച്ച് പരാജയത്തെ കുറിച്ചൊന്നും ഉണ്ടാവും. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാർ ചോദിച്ച്, ഇതിന് വിജയവും പരാജയവും വല്ലതും ഉണ്ടാകുമോ? നമ്മുടെ മുമ്പിൽ വേറൊന്നുമില്ല, ജയിച്ചാലും തോറ്റാലും നമ്മുടെ മുമ്പിൽ ലക്ഷ്യം എത്തിച്ചേരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. അന്ന് നമ്മുടെ മനുഷ്യച്ചങ്ങല നടത്തി 17 കിലോമീറ്ററിൽ ഏതാണ്ട് ഒരു 15,000 ജനങ്ങള് മനുഷ്യച്ചങ്ങലയിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും കൈ ഇങ്ങനെ കോർത്തു പിടിച്ച് വിടവുണ്ടാകാതിരിക്കാൻ. കാരണം ചില TV-ക്കാർ വന്നത് എവിടെയെങ്കിലും വിടവുണ്ടോ നോക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം അതെടുത്തിട്ട് പറയണം മനുഷ്യച്ചങ്ങല പൊളിഞ്ഞു, ഐക്യദാർഢ്യം പൊളിഞ്ഞു. അതുകൊണ്ട് ഓടി നടന്ന് ഞങ്ങൾ അവിടെ നിന്ന് വൈദികരെല്ലാം പറഞ്ഞ് മാക്സിമം ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് കൈകൂട്ടണം. അപ്പോൾ TV-ക്കാരെല്ലാവരും തന്നെ ഇങ്ങനെ ഓരോരുത്തർ നാട്ടുകാരെ ഇന്റർവ്യൂ ചെയ്തിട്ട് പോകുന്നുണ്ട് എന്തിനെന്നുള്ള രീതിയിൽ. അപ്പൊ ചില അമ്മച്ചിമാർ ചോദിച്ച്, അച്ഛാ അവര് വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തോ പറയണമെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ അറിയാം ഈ വിഴിഞ്ഞ സമരത്തെ കുറിച്ച്? അവിടെ പാവപ്പെട്ടവർക്ക് കിടക്കാനുള്ള ഇടം പോയി കടലേറി ജീവിക്കാൻ, അത് മാത്രം പറഞ്ഞാൽ മതി. ജീവിക്കാനായിട്ടുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന വ്യക്തമാക്കി തന്നിരിക്കുന്ന ജനിച്ചവർക്ക് ജീവിക്കുവാനും വളരുവാനും മരിക്കുവാനുമുള്ള തന്റെ ഇടം, ആ ഒരു സ്ഥലം നഷ്ടപ്പെട്ടപ്പോൾ അവിടെ ഉയർന്നു വന്നതാണ്. നേരത്തെ ചേച്ചി പ്രസംഗിച്ചപ്പോ പറഞ്ഞ്, അച്ഛന്മാരെല്ലാം മാറിക്കോ, ഞങ്ങൾ രക്തസാക്ഷിയാകാൻ മുമ്പിലും. അച്ഛന്മാരെല്ലാവരും സൈലൻസ് ആയി ഇരിക്കുന്നു. ഞങ്ങൾ സൈലന്റ് ആയില്ലെങ്കിൽ നിങ്ങൾ വയലന്റ് ആകും. നിങ്ങൾ വയലന്റ് ആകാതെ അതിക്രമം കാണിക്കാതിരിക്കാനായിട്ടാണ് ഞങ്ങൾ ശാന്തമായിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് കാരണം നമ്മൾ ആരും തന്നെ, തീരദേശത്തിന്റെ മക്കൾ ആരും തന്നെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ ഒരു പാർട്ടിക്കാരുടെ മുമ്പിലല്ല പോകുന്നത്. അവർ ആദ്യം ഓടി വരുന്നത് മേടയിലാണ്. അവര് കളക്ടറിന്റെയോ മന്ത്രിയുടെ മുമ്പിലല്ല പോകുന്ന. അവര് മേടയിൽ ചെന്നിട്ട് അച്ഛനോട് പറയുകയാണ്, അച്ഛാ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായി, ഇങ്ങനെ ഒരു അപകടമുണ്ടായി, ഒരു രോഗമുണ്ടായി, അല്ലെ കടല് കയറുന്ന, അവിടെ അടി നടക്കുന്നു. ഇവന്മാരാരും തിരിച്ചു വരത്തില്ല. എല്ലാം ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ അവിടെ ആദ്യം ഓടിയിട്ട് വരുന്ന ലോകയിട്ട വൈദികരാണ്. പലരും ചോദിച്ച്, എന്തിനാണ് അച്ഛന്മാർ ഇതിനു മുമ്പിൽ ഇറങ്ങി നടക്കുന്നത്? നിങ്ങൾക്ക് എന്ത് നേട്ടമാണെന്ന് എന്നോട് നേരിട്ട് ചോദിച്ച ചില സഹോദരങ്ങളോട് ഞാൻ മറുപടി കൊടുത്ത്, ഞാൻ പെട്രോൾ അടിച്ചിട്ടാണ് കൊല്ലത്തുനിന്ന് ഈ തീരദേശത്ത് മിക്ക ദിവസവും വന്നിരുന്നു എന്ന് പറഞ്ഞു.
അല്ലാതെ ഒരു അദ്വാനിയും തന്നില്ല, ഒരു അബ്ബാനി. എന്റെ ഈ കാണുന്ന വയറ് അദാനി തന്ന വയറല്ല. എന്റെ അപ്പനും അമ്മയും എന്നെ വളർത്തി കടലിലെ മീൻ തന്ന വയറാണ് ഈ കാണുന്ന വയറ്. തിരിച്ചറിയുക, അദാനിയുടെ വയറല്ല എന്ന് തിരിച്ചറിയുക. ഇവിടെ എന്നാൽ മറ്റു പലരുടെ വയറില് അദാനിയുടെ വയറാന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല. കടപ്പുറത്തെ മക്കളുടെ വയറ് അദാനി നിറച്ചതല്ല, കടലമ്മ നിറച്ചതാണ്. കടലമ്മ നിറച്ച വയറിനെ തകർക്കുവാനായിട്ട് ആർക്കും സാധിക്കത്തില്ല എന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക. ഇനിയും പ്രോമിസുകൾ ഒരുപാട് വരും. കാരണം സമ്മർദ്ദങ്ങൾ ഏറി വരുന്നുണ്ട്. ഏറി വരുന്ന സമ്മർദ്ദങ്ങളുടെ നടുവില് അധികാരികൾ തീർച്ചയായിട്ടും പലതും നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കുന്നത് വരെ വെറുതെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളല്ല, മറിച്ച് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കാണട്ടെ. ഞാൻ വരുന്ന തീരദേശത്ത് ഞങ്ങളെ കുഴിയൊടുപ്പിച്ചതാണ്. കരിമണ്ണിന്റെ പുത്രനാണ് ഞാൻ. ഞങ്ങളുടെ നാടിനും ഇതുപോലെ ആൾക്കാര് KMM കേരള മിനറൽസ് ആൻഡ് ലിമിറ്റഡ് എന്ന ഫാക്ടറി തകർന്നു പോകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ നാട്ടുകാരിറങ്ങിയതാണ്. ഒരു കാലത്ത് 2000-ലധികം കുടുംബമുണ്ടായിരുന്ന ഇടവകയാണ് സകല മനുഷ്യരെയും ആ പറഞ്ഞ കോവിൽത്തോട്ടത്തിലെ പാലത്തിന്റെ ഇക്കരയിലാക്കി. ഞങ്ങളോടും പ്രോമിസ് ചെയ്തത് കമ്പനിക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കൂ, അവിടെ മാത്രം കിട്ടുന്ന കരിമണല് നിങ്ങൾക്ക് ലാഭമാക്കാനായിട്ട് 26,000 രൂപ വെച്ചിട്ട് സെന്റിന് കൊടുത്തുകൊണ്ട് ഞങ്ങളെ പറ്റിച്ചു. പകരം പറഞ്ഞത് പകരം വീട് തരാമെന്ന് പറഞ്ഞു. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് കമ്പനിയിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. സ്കൂളും എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ്, യാത്രാ സൗകര്യമുള്ള പാലം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വരട്ടെ. ഏത് മുഖ്യമന്ത്രി വേണമെങ്കിലും എന്റെ മുഖ്യമന്ത്രി സംസാരിക്കട്ടെ, ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ്. ഇതുപോലെയുള്ള പാർട്ടിക്കാര് ഇതുപോലെ പാവപ്പെട്ട എന്റെ നാടിനെ പറ്റിച്ചവരാണ്. അതുകൊണ്ട് തരാം എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ വിശ്വസിക്കരുത്. പറച്ചില് മാത്രമേ ഉള്ളൂ. വാടകയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് 2,500 രൂപ എന്റെ നാട്ടുകാർക്ക് പലർക്കും കൊടുത്ത് ആദ്യത്തെ 2 മാസം 3 മാസം കഴിഞ്ഞ് ഇന്ന് ബന്ധുമിത്രാദികളുടെ വീട്ടിൽ പോയി കിടക്കുകയാണ്. ഇന്ന് കടലമ്മ കരയുകയാണ് ആ മക്കളെ ഓർത്തുകൊണ്ട്, ആ നാടിനെ മുഴുവൻ. അതുകൊണ്ട് ഫോൾസ് പ്രോമിസ്, വിശ്വാസനീയമല്ലാത്ത രീതിയിലുള്ള പ്രോമിസുകൾ നൽകുന്നതല്ല, അത് പ്രാവർത്തികമാക്കി രേഖാസഹിതം നമ്മുടെ അക്കൗണ്ടിലേക്ക് കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് 1 മാസം 2 മാസത്തേക്കല്ല, ജീവിക്കാനായിട്ട്. ഒരു ബിൽഡിംഗ്, സാധാ ബിൽഡിംഗ് കെട്ടിപ്പൊക്കണമെങ്കിൽ എത്ര മാസം എത്ര ദിവസം എടുക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം. 1-2 മാസം വാടകയ്ക്കുള്ള പൈസ വെട്ടി പലരും കയറി കൈനീട്ടി മേടിച്ചല്ലോ. മത്സ്യത്തൊഴിലാളികളായിട്ട് പലരും പോയി കൈനീട്ടി മേടിച്ചല്ലോ. മത്സ്യത്തൊഴിലാളികൾ പോയില്ല, കാര്യം അവർക്ക് തിരിച്ചറിവുണ്ട് അച്ഛന്മാര് പറ്റിക്കത്തില്ല എന്നുള്ളത്. പറ്റിക്കാനായിട്ടല്ല ഞങ്ങളുടെ ഗുരു പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ പറഞ്ഞ് ചതിയന്മാർക്ക് മാത്രമേ ചതിയെ കുറിച്ച് പറഞ്ഞാൽ അറിയത്തുള്ളൂ. ആരാ ചതിച്ചെന്നുള്ളത് അറിവുള്ളവരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇരുത്തി പറഞ്ഞു കൊടുക്കാം. ഒരുപാട് സ്ഥലത്തെ ജനങ്ങളെ, മൂലംപള്ളിയിൽ കിടക്കുന്ന ജനങ്ങൾക്കും ഇതേ പ്രോമിസ് കൊടുത്തു. ഇപ്പൊ നമ്മൾ വിഴിഞ്ഞത്ത് അനുഭവിക്കുന്നത് പോലെ വള്ളാർപാടം ടെർമിനൽ വരുവാനായിട്ട് അവിടെയുള്ള മക്കളോടും പ്രോമിസ് ചെയ്തതാണ്, നിങ്ങൾ വീട് കൊടുത്ത് മാറുക, പകരം വീട് തരാം, ഫ്ലാറ്റ് കെട്ടിത്തരാം. ഇത് 120-120ഓളം കുടുംബങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടക്കുകയാണ്. കയറി കിടക്കാൻ ഇടമില്ലാതെ, കയറി കിടക്കുവാൻ ഇടമില്ലാതെ അവർ പലരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു അവസ്ഥയായി മാറി. ഇനി ഇവിടെ വരാൻ പോകുന്ന സമരം ആരംഭിക്കുന്നത് ഇതേ മൂലംപള്ളി ഗ്രാമത്തിൽ നിന്നാണ്. വരാപ്പുഴ അതിരൂപതയുടെ വികാരി ജനറൽ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് വരാപ്പുഴ മെത്രാപ്പൊലീത്തയും അത്യുന്നത കർദിനാൾ ആലഞ്ചേരി പിതാവും ഒക്കെ എറണാകുളത്ത് ആരംഭിക്കുകയാണ്. ഓരോ കൊച്ചി രൂപത, ആലപ്പുഴ രൂപത, കൊല്ലം രൂപത, അത് കഴിഞ്ഞ് ഇവിടെ വരികയാണ് 18-ാം തീയതി. അവിടുത്തെ ജനങ്ങൾക്കാണ് ഈ പതാക കൈമാറുന്നത്. പ്രോമിസ് ചെയ്തുകൊണ്ട് അവിടെയും ദുബായ് വരും, അബുദാബി വരും. ഇന്ന് ആ കാണുന്ന മക്കൾ കിടക്കുകയാണ്. എന്ത് ദുബായ്, ഏത് അബുദാബി കിടക്കുന്നത്? കേറി കിടക്കാൻ ഇടമില്ലാതെ ആ മക്കൾ അവിടെ കിടന്ന് ഒന്ന് ശ്വസിക്കാൻ ഇടമില്ലാതെ കിടന്ന് ഓടുകയാണ്. ഈ വെള്ളപ്പൊക്കം ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായപ്പോഴും ആ മനുഷ്യർ കിടക്കുകയാണ്. എവിടെ കയറി കിടക്കണമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവരെയും പ്രോമിസ് ചെയ്തത് ഈ പറഞ്ഞിരിക്കുന്ന ദുബായും സിംഗപ്പൂരുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുബായും സിംഗപ്പൂറൊന്നുമല്ല, കിടന്ന മണ്ണിൽ, ജനിച്ച മണ്ണിൽ കിടക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. നമുക്കത് പോരെ. വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊള്ളാൻ ഈ കടപ്പുറം പോരെ, അല്ലാതെ ദുബായിയുടെ AC കാറ്റ് വേണ്ടല്ലോ. വേണ്ട, കടൽ തീരത്ത് കാറ്റാണ് ദുബായിയുടെ AC-യിലേക്കാളും സമാധാനമുള്ളത്. അവിടെ കിടന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഉറക്കം വരില്ല. വരുമോ? AC കിടന്ന ഉറക്കം വരുമോ? ഇല്ല. നമുക്ക് കടൽക്കാറ്റും കൊണ്ട് ഇങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞ് ചെറിയ സൊറയൊക്കെ പറഞ്ഞല്ലേ നമുക്ക് അവിടെ സ്വസ്ഥമായിട്ട് കിടക്കണം, എങ്കിലേ ഉറക്കം വരൂ. അതല്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, പുനർഗേഹം തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് 20, 30, 50 കിലോമീറ്റർ ദൂരെ കൊണ്ട് ചെന്ന് ഒരു വീട് തന്നു കഴിഞ്ഞാൽ ഈ കടലിൽ പോകുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി എങ്ങനെ പണിക്ക് വരും? ഇത് പല പൊട്ടന്മാരും ഓക്കെ എന്ന് പറഞ്ഞ് കൈ നീട്ടുന്നവരുണ്ടല്ലോ.
ഈ പറഞ്ഞിരിക്കുന്ന പല പൊട്ടന്മാരും അറിയുന്നില്ല. ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവര് കടലിൽ ചൂണ്ടയിട്ടുകൊണ്ടോ ഈ തീരത്ത് നിന്നുകൊണ്ട് കമ്പ വലിച്ചതുകൊണ്ടോ തീരുന്നതല്ല. ആഴക്കടലിലേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വ്യാപകലോട് അവിടെ അധ്വാനിച്ച് കിടക്കുന്നത്. വരട്ടെ, നമ്മുടെ മക്കളുമായിട്ട് ഇനി വരാൻ പോകുന്ന 2 കോടി ടൺ കല്ലാണ് വേണ്ടത്. എത്രയോ തീരദേശങ്ങളിൽ കൊല്ലം തുറമുഖം വന്നപ്പോഴത്തേക്ക് തന്നെ ആ താന്നി, ഇരവിപുരം ആ മേഖലയിലുള്ളടുത്ത് കടൽ കയറിയപ്പോൾ എത്രയുള്ളെന്നുള്ളത് ആ നാട്ടുകാരായ നമ്മൾക്കറിയാൻ സാധിക്കുന്നു. ഇന്ന് അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ അവരും തയ്യാറാകുകയാണ് അടുത്ത സമരത്തിനായിട്ട്. കിടക്കാൻ ഇടമില്ലാതെ അവിടെ ഓടി നടക്കുന്ന മനുഷ്യനാണ്. ഇതൊന്ന് കാണട്ടെ പ്രിയപ്പെട്ടവരെ. ചാനലുകാർക്ക് ഇതൊന്നും കാണാൻ സമയമില്ല. കാരണം അവരുടെ ചാനലിന്റെ പരസ്യം മുഴുവനും ഈ പറഞ്ഞ അദ്വാനിയും കുത്താനിയും ഒക്കെയാണ്. അപ്പോൾ ഈ അദ്വാനിയും കുത്താനിയും കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് എന്താണ് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവർക്ക് തിന്നേണ്ടതാണ്. അതുകൊണ്ട് അവരുടെ സേവകൾ. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈശ്വരൻ കൂടെയുണ്ടെന്നുള്ള ശക്തി ഉണ്ടെങ്കിൽ ആർക്കും തകർക്കാൻ സാധിക്കത്തില്ല. കുറച്ച് വേദന ഉണ്ടാവും, അല്പം താമസിക്കും. അതുകൊണ്ടാണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത്. ചിലപ്പം ദൈവം പറയും ഉടനെ യേസ് എന്ന് പറയും. നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്ന് ചോദിക്കുന്നു, പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കുന്നു. ചിലപ്പം ദൈവം പറയും വേണ്ട, നോ. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നോ എന്നുള്ള ഉത്തരം പറയും. ചിലപ്പോൾ ദൈവം പറയും വെയിറ്റ്. ഈ സമരപ്പന്തല് വെയിറ്റ് എന്നുള്ളൊരു സമരപ്പന്തലാണ്. മനസ്സിലാവുന്നുണ്ടോ? കാത്തിരിക്കുന്നുണ്ട്. തിരിച്ച് അവസാന വിജയം നമുക്ക് തന്നെയായിരിക്കും. എല്ലാവിധ വിജയാശംസകളും നേടുന്നു.